കുടുംബമാണ് നമ്മുടെ വിഷയം ഒരുപാട് ആംഗിളുകളുള്ളൊരു വിഷയമാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ മഹത്വം, പ്രാധാന്യം, മക്കളെ വളർത്തുന്നതിൻ്റെ ആവശ്യകതയൊന്നും പറയേണ്ട ഒരു സദസ്സല്ല ഇത് എന്ന ബോധ്യമാണ് വ്യക്തിപരമായി എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു വ്യക്തിപരമായ അനുഭവത്തിൽ ചില പ്രശ്നങ്ങളായി തോന്നുന്ന മേഖലകളിലൂടെ പോകാം എന്നാണ് വിചാരിക്കുന്നത്. ഞാനിന്ന് മലപ്പുറം ജില്ലയിലെ മറ്റൊരു ജില്ലയുടെ തെർബിയ സംഗമം കൂടി കഴിഞ്ഞാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവിടെ പരിപാടിയിൽ മുന്നിൽ തന്നെ ഇരിക്കുന്ന ഒരു പ്രവർത്തകനെ കണ്ടപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കുടുംബിനി അയച്ച കുറേ ഓഡിയോകൾ, ഒരു 10-40 ഓഡിയോകളുണ്ട്, ഞാനത് കേട്ടിട്ടില്ലല്ലോ എന്ന് ഓർത്തത്. ഞാൻ വളരെ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദീർഘമായി നമ്മുടെ ഒരു ലേഡി കൗൺസിലറുടെ അടുത്ത് അവർ ചെന്ന് ആ ലേഡി കൗൺസിലർ അയാളെ സംസാരിക്കാൻ വേണ്ടി വിളിച്ച് അയാൾ പോകാതെ രണ്ടാളെയും കൂട്ടിയിരുത്തി സംസാരിക്കുക, അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിലാണ് വിഷയം നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അയാളൊരു യൂത്ത് ഏജിലുള്ള ആളായതുകൊണ്ട്. അപ്പോൾ അവിടെ മുതൽ ഇതുവരെ കേട്ടിട്ട് ആ വോയിസ് ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല, 1.5 ഇട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് പരപ്പനങ്ങാടിക്കുള്ള വിഷയം ഇത് കിട്ടി ഉള്ള പറഞ്ഞാൽ മനസ്സിലായില്ലേ. അപ്പം യഥാർത്ഥത്തിൽ ഒരു കുടുംബ സംവിധാനത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗം എന്ന് പറയുന്നത് ആ കുടുംബ സംവിധാനത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ അതിൻ്റെ ആത്മീയ വീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും തൗഹീദുള്ള വീടാണെങ്കിൽ അതിനൊരു സുഖമുണ്ട്, ഒരു ഖൈറുണ്ട്. ഓരോരുത്തരും അവരവരുടെ ഡ്യൂട്ടി ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ ആ വീട് ഭയങ്കര സ്മൂത്തായിട്ട് പോകും. ഓരോരുത്തരും വാപ്പാൻ്റെ ഡ്യൂട്ടി മനസ്സിലാക്കണം, ഭാര്യയുടെ ഡ്യൂട്ടി മനസ്സിലാക്കണം, മക്കളുടെ ഡ്യൂട്ടി മനസ്സിലാക്കണം. എല്ലാവരും അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി പോവുക എന്നതാണ് ഏറ്റവും ശരിയായ ഒരു സംഭവം. അത് പലപ്പോഴും 100% നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഒന്ന് അവലോകനം ചെയ്യേണ്ടതാണ്. ഭർത്താവ് എന്നുള്ള നിലക്ക് എൻ്റെ ഡ്യൂട്ടീസ് എനിക്ക് പൂർണ്ണമായിട്ട് അറിയോ? എൻ്റെ മക്കൾക്ക് അവരുടെ ചുമതലകൾ, മകൻ എന്നുള്ള നിലക്ക് അവനുണ്ടാകേണ്ട ഉത്തരവാദിത്തങ്ങൾ, അതിൻ്റെ ദീനിയായ വശങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടോ? ഇത് ഗൗരവപൂർവ്വം ആലോചിക്കേണ്ട ഒന്നാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ സ്ത്രീകളൊക്കെ പറയും കുട്ടികളൊന്നും വലുതായി കിട്ടിയാൽ മതിയായിരുന്നു. ചെറിയ മക്കളുണ്ടാവുമ്പോൾ പറയും വലുതായി കിട്ടിയാൽ മതിയായിരുന്നു. ശരിക്കും വലുതായാലാണ് ഇപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. മക്കൾ വലുതായി അവരൊരു പൂർണ്ണതയിൽ എത്തുന്നതിൻ്റെ മുമ്പ് നമുക്ക് അവർക്കൊക്കെ പ്രീസെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. ഒരു 5ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിലൊക്കെ മക്കളുള്ള രക്ഷിതാക്കളോടാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കണത്. ഒക്കെ പ്രീസെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. എന്തൊക്കെയാണോ വരാൻ പോണ ക്രൈസിസ്, എന്തൊക്കെയാണോ വരാൻ പോണ പ്രശ്നങ്ങൾ, അതോരോ നമുക്ക് പ്രീസെറ്റ് ചെയ്ത് നേരത്തെ തന്നെ നമ്മളെ വീട്ടിൽ ഇങ്ങനെയാണെന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ വലിയ തോതിൽ ഈ രംഗത്ത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഉദാഹരണം, ടൂറ്. കുട്ടി 10ാം ക്ലാസ് 12ാം ക്ലാസ് ടൂറിന് പോയാൽ പൊതുവെ ഉണ്ടാകാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇനി അത് ഉണ്ടായിട്ടില്ലെങ്കിലും അതിൻ്റെ പരിസരമൊക്കെ പൊതുവെ ഉണ്ടാവും. പോണ അധ്യാപകരും കൂടെ നിൽക്കുന്നവർ ആരാണെന്നുള്ളതും കൂടി പ്രധാനമാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ അങ്ങനെ നമ്മൾ ഒന്നിച്ചേ ടൂറ് പോകൂ, അല്ലാത്തൊരു ടൂറിൻ്റെ പരിപാടി നമുക്കില്ല എന്നത് വളരെ ചെറിയ പ്രായം മുതൽ സെറ്റ് ചെയ്ത് അങ്ങനെയാണ്. നിങ്ങളെ കുട്ടി ഇങ്ങനെ കരയുമ്പോൾ ആ വീട്ടിലെല്ലാവരും, ഈ വീട്ടിൽ ഒരാളും കരഞ്ഞിട്ടൊന്നും കിട്ടൂല, നല്ല ചിരിച്ചു വന്ന് നല്ല കുട്ടിയായിട്ട് പറഞ്ഞാലേ കിട്ടുള്ളൂ എന്ന് കുറേ വട്ടം ആവർത്തിച്ച് നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. ആ കുട്ടൻ്റെ കരച്ചിലവിടെ നിൽക്കൂ, ഉറപ്പായിട്ട് നിൽക്കും. അതാണ് പ്രീസെറ്റ് ചെയ്യാന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഓരോ സാധനം ആ കുട്ടി അതിലേക്ക് എത്തി ചോദിച്ച് കച്ചറയിൻ്റെ ശേഷമല്ല. മനസ്സിലായില്ലേ? ആ കുട്ടി കണ്ണാടിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല മോളാണ്, നല്ല കുട്ടിയാണ്, മുടിയൊക്കെ ശരിക്ക് ചീകി തട്ടൊക്കെ ഇട്ട് നല്ല കുട്ടിയായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ അങ്ങനെ പൗഡർ ഇടലും പിന്നെ ചുണ്ടിൽ തേക്കലും ഇതൊന്നും നമ്മളെ വീട്ടിലത്തെ രീതിയല്ല എന്ന് ശാന്തമായി ചെറിയ പ്രായം മുതൽ നമ്മൾ പറഞ്ഞു വരിക എന്നുള്ളത് ഇതിലൊരു പ്രധാന ഭാഗമാണ്. ഞാനത് ഇവിടെയാണ്. രണ്ടാമത്തൊരു സംഗതി എന്ന് പറയുന്നത്, പൊതുവേ സംഭാഷണങ്ങളുടെ ഒരു പരിമിതി ഇന്ന് വീടുകളിൽ വളരെ വലുതാണ്. ഭാര്യ ഇങ്ങനെ അടിക്കുകയാണ്, മൂപ്പര് ഫോൺ എടുക്കൂല, എടുത്താൽ പറയും ഞാൻ ക്ലാസ് കയറാൻ പോവാണ്,
ഞാൻ മീറ്റിംഗ് കയറാൻ പോകണം, വിളിക്കട്ടോ പറഞ്ഞാൽ പിന്നെ വിളിക്കണം. ഇത് പലപ്പോഴും വിളിക്കൂല. ഒരു പെണ്ണ് വീട്ടിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ വളരെ വലുതാണ്. പല ടൈപ്പ് ആളുകളെ നമുക്ക് ഈ രംഗത്ത് കാണാൻ പറ്റും. ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ, മൂപ്പര് കല്യാണം കഴിച്ചിട്ടുണ്ടാവും, മൂപ്പർക്ക് പല ജാതി സാമ്പത്തിക ബാധ്യതകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അവളെ ചിലപ്പോൾ അവളുടെ വീട്ടിൽ നിൽക്കുകയായിരിക്കും. ഞാൻ പറഞ്ഞത് കണ്ണൂരിൻ്റെയും കുറ്റിച്ചറിൻ്റെയും പശ്ചാത്തലത്തിലുള്ള പിന്നെ ആ നിർത്തല്ല, മറിച്ച് നമ്മളൊക്കെ നമ്മളെ വീട്ടിലേക്കാണല്ലോ ഭാര്യമാരെ കൊണ്ടുവരിക. അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ടാവും. അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് പിന്നെ ഈ സ്ത്രീക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടാകും. കുട്ടികളുടെ ചികിത്സയും പിന്നെ കുട്ടികളുടെ സ്കൂളും ഫീസും അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഒരു ഉറുപ്പ്യം കയ്യിലില്ലാതെ ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി അയാൾ ഒളിച്ച് താമസിക്കുകയാണെങ്കിൽ പോലും എടീജ ആകെ ഇടങ്ങാറുണ്ടല്ലേ, എന്താ ചെയ്യുക? ഈ ഒരു ചോദ്യം അതൊരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം, ഓള് മദ്രസ പോയിട്ടോ സ്കൂളിൽ പോയിട്ടോ പ്രസവം എടുക്കാൻ പോയിട്ടോ അപ്പുറത്തെ പേരിൽ കഴുകാൻ പോയിട്ടോ അലക്കാൻ പോയിട്ടോ ഒക്കെ ജീവിച്ചോളൂ. വേണ്ടത് പൈസയും ഭയങ്കരമായ പിന്നെ ടൂറുകളും യാത്രകളൊന്നുമല്ല. എന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി എന്നാണ് സ്ത്രീകൾ സാധാരണ പറയാം. എന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മളത് കൃത്യമായി ശരിക്കും ഓരോരുത്തരും, ഈ പറഞ്ഞ ഞാനടക്കം, ഞാൻ വളരെ പെർഫെക്റ്റ് ആണെന്ന് ചിന്തിക്കുന്ന ഇവിടെ ഇരിക്കണ ആളടക്കം നമ്മൾ ആലോചിക്കണുണ്ട്, നമ്മളെ ഭാര്യനെ പൂർണ്ണമായി മനസ്സിലാക്കുന്നുണ്ടോ? പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവർക്ക് ഒരുപാട് കുറവുകളുണ്ടാകും, പോരായ്മകളുണ്ടാകും, വിഷയങ്ങളുണ്ടാകും, ഒക്കെ ഉണ്ടാകും. പക്ഷേ നമ്മളേതുപോലത്തെ ഒരു കുടുംബ സംവിധാനത്തെ നയിച്ചു കൊണ്ടുപോകുന്നിടത്ത് നമ്മുടെ ഭാര്യ എടുക്കുന്ന ഒരുപാട് വലിയ റോളുകളുണ്ട്. വാപ്പ, ഉമ്മ, മക്കൾ, കൂട്ടുകുടുംബ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുന്ന വീടാണെങ്കിൽ അവിടെ അവരിങ്ങനെ പബ്ലിക്കായി അഭിനയിക്കുന്നുണ്ടാകും. ബാത്റൂം കയറി ഉറപ്പായിട്ടൊരു കരയുന്നുണ്ടാകും. നിങ്ങൾ കരയാൻ അവസരം കൊടുക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ ചേർത്ത് ഇരുത്തുന്നില്ലെങ്കിൽ, വീട്ടിലെ സാഹചര്യങ്ങൾ ചോദിക്കുന്നില്ലെങ്കിൽ, ഉറപ്പാണ് നമ്മളെ വാപ്പിയും ഉമ്മയും അവരുടെ പ്രായവും സാഹചര്യമൊക്കെ വെച്ചിട്ട് അവർ പറയണ ഓരോ വാക്കും ഇവർക്കുണ്ടായ ചില ട്രോമകൾ ഉണ്ടാകും. ഇപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞ ഈ ഓഡിയോയിൽ ഞാൻ കേട്ടൊരു സംഗതി എന്താ അറിയോ? ഇവർ ഗർഭിണിയാണ്, ഈ സ്ത്രീ ഗർഭിണിയാണ്. ഈ സ്ത്രീക്ക് 1.5 വയസ്സായ കുട്ടിയുണ്ട്. അവർക്ക് അവരുടെ BEdൻ്റെ കമ്മീഷനൊക്കെ കഴിഞ്ഞ് ഭയങ്കര ഹെവി വർക്ക് ലോഡിന് ശേഷമുള്ളൊരു ദിവസം അവർ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഈ അമ്മായിമ്മ പറയണം എന്താ അറിയോ? അതൊക്കെ അവൾ അഭിനയമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ ഓഫാകണ ഒരു ഭർത്താവ്. പിന്നെ അയാൾ കഴിയുമ്പോൾ തൊടാൻ വയ്യ, ഡോക്ടറെ കാണിക്കാൻ വയ്യ, വേറൊന്നിനും വയ്യ. നിങ്ങൾ ഡോക്ടറെ കാണിക്കാരനെ പ്രഖ്യാപിച്ച് പോകേണ്ട കാര്യം തെങ്ങന്മാരെ. ഡോക്ടറെ കാണിക്കാൻ പോകണ്ടല്ലോ, നമുക്ക് പുറത്തേക്ക് പോകാമല്ലോ. പുറത്തേക്ക് പോകുമ്പോൾ ഡോക്ടറെ കാണിച്ചാൽ പോരെ. എന്നിട്ട് ഇവനെന്താ ചെയ്തറിയോ? ഇവൻ ചെയ്തത് നേരെ ഭാര്യ, ഉമ്മയും ഇയാളും കൂടിയും വണ്ടിയിൽ, ജ്യേഷ്ഠൻ ഗൾഫിലാണ്, ജ്യേഷ്ഠൻ എന്തോ സാധനം കൊടുക്കാണ്ട് ഗൾഫിക്ക് കൊണ്ടേ കൊടുക്കാണ്ട്, അത് കൊണ്ടേ കൊടുക്കാൻ പോവുക. അപ്പോൾ ഈ കുട്ടീൻ്റെ അമ്മ പറഞ്ഞു, ഞാൻ അവളെ ഒന്ന് കൊണ്ടുവരുന്നുണ്ട്. ഈ അമ്മക്ക് ഇത് മനസ്സിലായി, ഇവൻ ചികിത്സിക്കൂല എന്ന് മനസ്സിലായി, അവിടുത്തെ അമ്മ സപ്പോർട്ടല്ല എന്ന് മനസ്സിലായപ്പോൾ ഗർഭിണിയായ 5 മാസം ഗർഭിണിയായ ഈ സ്ത്രീ, ഛർദ്ദിക്കണ സിറ്റുവേഷനുള്ള ഈ സ്ത്രീ, ഊരവേദനൻ്റെ ഉറക്കൊഴിച്ചിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ള ഈ സ്ത്രീ, ഉമ്മ വരുന്നത് വരെ 1 മണിക്കൂർ ഉമ്മക്ക് ഓട്ടോറിക്ഷ കിട്ടി ഉമ്മ വരുന്നത് വരെ ഇങ്ങനെ കാത്തുന്നു ഒരു ജംഗ്ഷനിൽ. ഈ കുട്ടി എന്തെങ്കിലും മറക്കൂ? ഓടിപ്പാഞ്ഞ് പണിയെടുക്കുന്ന പ്രവർത്തകനാണ്, വേദികളിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രവർത്തകനാണ്. പക്ഷേ അയാൾ എപ്പോഴും പരിമിതി വരെ എന്താ പറയുക, അയാളുടെ അമ്മാനെ അയാൾ എന്താ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് വിഷമമുണ്ട് എന്ന് അവർ പറഞ്ഞാൽ അവരെ ചികിത്സിക്കൽ നമ്മൾ ആവശ്യമാണ് അല്ലേ? പലപ്പോഴും വീടുകളിലൊക്കെ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താ? പ്രശ്നം ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമാണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇതിപ്പോൾ നോമ്പൊന്നും അല്ലാത്തൊരു കാലമാണ് വിചാരിച്ചോളൂ നിങ്ങൾ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് തൊണ്ട വരണ്ട്. അപ്പോൾ ഷാനാസ്ക്ക് എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് തന്നു. അപ്പോൾ ഞാൻ ആ വെള്ളം ഇങ്ങനെ എടുത്ത് കുടിച്ച് ബിസ്മിയിൽ വെള്ളം കുടിച്ച് അവിടെ വെച്ചു. മൂപ്പരോട് ഒന്നും പറഞ്ഞില്ല. അതൊരിക്കലും ഒരു പ്രശ്നമേ അല്ലാത്ത വ്യക്തികളുണ്ടാവും. അയാളിപ്പോൾ പ്രസംഗിക്കല്ലേ, അയാൾ പ്രസംഗിക്കുകയാണല്ലോ, എന്താപ്പോൾ അതിലെന്താ അത്ര പ്രശ്നമുള്ളത്? എന്നാൽ ഒരാൾക്ക് നമ്മളവിടെ ഒരു താങ്ക്സ്
ശുക്രൻ എന്ന് ഞാൻ ഷാനാസ്കറിനോട് പറഞ്ഞു. ഭയങ്കര സന്തോഷമാവും. ഇനി നിങ്ങൾ കേട്ടോളി, വേറെ രണ്ട് തരം ആൾക്കാർ. അവർക്ക് നല്ലോണം സന്തോഷമാകണമെങ്കിൽ ഈ ശുക്രൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഞാൻ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിയതിൻ്റെ ശേഷം ഒരു മെസ്സേജ് അയച്ചു. നിങ്ങളെനിക്ക് തന്ന വെള്ളം അത് വെറും ഒരു വെള്ളമല്ല, എനിക്ക് ശരിക്കും ഭയങ്കര ഉപകാരപ്പെട്ടു. ഞാൻ 2 ഹേർട്ടിൻ്റെ ചിഹ്നം ഇട്ടു, അയച്ചെടുത്തു. അപ്പോഴേ അയാൾക്ക് ഓക്കെ ആവുള്ളൂ. അത് നമ്മൾ പറയാം, നമ്മൾ പറയും ഓൻ ഭയങ്കര ചൈൽഡിഷാണ് അറിയും. ചൈൽഡിഷ് അല്ല, പടച്ചോൻ ഓരെ പടച്ചൊരു പ്രകൃതാണത്. എന്താ, ചില ആളുകൾക്ക് ഒരു ഓഡിറ്ററി ഒരു വർത്താനം മതിയാവും, ചില ആളുകൾക്ക് ഒന്ന് വിഷ്വലൈസ് ചെയ്യേണ്ടി വരും. ഇനി വേറൊരാളെ ഞാൻ പറഞ്ഞുതരാം. എന്താണ്, എനിക്ക് ആ വെള്ളം കൊണ്ടുവന്ന ആള്, അയാളെ ഞാൻ അങ്ങനെ കാണുകയാണ്. ഒരു മാസം കഴിഞ്ഞിട്ട് മലപ്പുറം കാടിയിൽ. അപ്പം ഞാൻ എൻ്റെ കൈ എടുത്തിട്ട്, നിങ്ങൾ അന്ന് തന്ന വെള്ളം ഉണ്ടല്ലോ, മാഷാ അല്ലാ. ഇത് പറഞ്ഞാലേ താങ്ക്സ് എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷമല്ലേ ഉണ്ടാവുള്ളൂ. ഇത് കുറേ മണ്ടന്മാർക്ക് അറിയില്ല. ഇവിടെ കുറച്ചൊരു പ്രായമുള്ളവരുള്ളതിൻ്റെ ചെറിയൊരു പ്രശ്നം എനിക്കുണ്ട്. ഞാനിവിടുത്തെ വളരെ ചെറുപ്പക്കാരോടാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇതൊന്നുമില്ല, ഈ ചെല്ലല് ഭാര്യനൊന്നും ഇങ്ങനെ അരക്കെട്ട് കൂടെ പിടുത്തം പിടിച്ചാൽ മതി, ആ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവില്ല. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് തൊള്ളോണ്ടുള്ള പരിപാടി മാത്രമല്ല. ചെല്ലല് ഒന്നുമില്ല, എൻ്റെ കവിള് നല്ല അടിപൊളിയാണ് എന്ന് ഭാര്യനോട് പറഞ്ഞാൽ മതി. അവൾക്ക് 6 മാസത്തേക്ക് അത് മതി. അല്ല, വൈധവ്യത്തിൻ്റെ വേദനയും പേറി നമ്മളില്ലാത്ത ബെഡിൽ അവൾ തനിച്ചുറങ്ങുമ്പോൾ അവളെ പിടിച്ചു നിർത്തുന്നതും ഈ കുരുന്നുകളെ നയിച്ചു കൊണ്ടുപോകുന്നതും അന്ന് പറഞ്ഞ ആ വാക്കായിരിക്കും. നിന്റെ കവിളുണ്ടല്ലോ, നിന്നെ ഇങ്ങനെ സൈഡിൽ നിന്ന് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഭംഗിയാണ്. നമ്മൾ പറയണേ നമ്മളെ പെണ്ണുങ്ങളോടാണ്, പറയണേ. പടച്ചമ്മക്ക് ഹലാലാക്കി തന്നെ നമ്മളെ പെണ്ണിനോടാണ് നമ്മൾ പറയണത്. ഞാൻ എപ്പോഴും പറയും, പീസ് റേഡിയോയിൽ മുമ്പൊരു മണ്ടൻ ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം എന്നറിയോ? ഭാര്യയോട് അശ്ലീലം പറയാമോ എന്ന്. അപ്പോൾ എനിക്ക് അറിയണ ആളായതുകൊണ്ട് പറയാം, എടാ കോന്താ, ഭാര്യനോടല്ലാതെ പിന്നെ നാട്ടുകാരോട് അശ്ലീലം പറയാൻ പറ്റുമോ? അപ്പോൾ അതിൻ്റെ എല്ലാ ഫിക്കുമൊക്കെ നോക്കിയിട്ട് ഇതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുക. ഭാര്യ അങ്ങനത്തെ ഒരാളാണ്. ചില ആളുകൾ പറയും ഓൾ ഭയങ്കര ചൈൽഡിഷാണ്, നമുക്ക് സമ്മാനം വേണം. ഇയാളെന്താ വെച്ചാൽ നല്ല ഊശരഭൂമിയിൽ ജീവിച്ച ആളേക്കാരം. ഒരു 1.5 വാപ്പുണ്ടായിട്ടുണ്ടാവും, പഴയ സ്റ്റൈൽ, ആ ചാരു കസേരയിൽ ഇരിക്കണം. ഇവിടെ വന്നാ എന്താ എനിക്ക് പണി എന്നൊക്കെ ചോദിക്കണം. ആ ടൈപ്പ് ഒരു വാപ്പ. സ്നേഹപൂർവ്വം കുഞ്ഞാനെ മോനോ എന്നൊന്നും വിളിച്ചിട്ടേ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഇയാൾക്കിത് അറിയില്ല. ഇയാൾക്കിത് അറിയാതിരിക്കുമ്പോൾ ഇയാൾ വിചാരിക്കണം എന്താ അറിയോ, എല്ലാവരും അങ്ങനെ തന്നെ കിടന്നാണ്. അപ്പോൾ പീസ് റേഡിയോയിൽ നമ്മളിങ്ങനെ കാണുന്ന കുറേ ഈ ഫീഡ്ബാക്ക് ഓപ്ഷൻ എന്നുള്ളത് വായിക്കുക എന്നുള്ളത് ജീവിതത്തിലൊരു പരീക്ഷണമാണ്, ജീവിതത്തിലൊരു സൗഭാഗ്യമാണ്. എല്ലാവരെ പറ്റിയിട്ടുള്ളതുണ്ടാവും. പച്ചക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, സഹോദരിമാരൊക്കെ എഴുതും മൂപ്പര് ഭയങ്കര സംഘടനൻ്റെ അതാണ് ഇതാണ്, പക്ഷെ 5 പൈസക്ക് പെരി പറ്റില്ല എന്നൊക്കെ എഴുതും. അത് കാണുമ്പോൾ പിന്നെ ആ വ്യക്തിനെ അഭിമുഖീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരിടങ്ങാറാണ്. മനസ്സിലായത്? അത് വല്ലാത്തൊരിടങ്ങാറാണ്. അപ്പോൾ ഒരു സഹോദരി എഴുതിയ വാചകം എന്താ അറിയോ, മൂപ്പര് ഇന്നേ വരെ എന്നെ ഒന്നിങ്ങനെ വിരൽ ചേർത്ത് പിടിച്ചിട്ടില്ല. ബസ്സിൽ നിന്നൊക്കെ ഓരോരുത്തർ അവരുടെ ഭാര്യമാരുടെ തോളിൽ ഇങ്ങനെ കൈയിട്ടിരിക്കുമ്പോൾ എനിക്കിങ്ങനെ കൊതിയാവും. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ പറയുക, ഒരു 35 കഴിഞ്ഞ ആളുകൾക്കൊക്കെ, ഒരു 50 കഴിഞ്ഞ ആളുകൾക്കൊക്കെ ഉറപ്പായിട്ടും എന്തപ്പം ഈ കുട്ടികളെ കാര്യം, പുതിയ കുട്ടികൾ അല്ലേ, ഇങ്ങനെ ഉണ്ടാകുക. ഞാൻ പറഞ്ഞത് ഈ 60 കഴിഞ്ഞ ആൾക്കും 70 കഴിഞ്ഞ ആൾക്കൊക്കെ ഇത് ആവശ്യം ഉണ്ടാവും. നമ്മൾ ആ KSRTC പോകുമ്പോൾ ഇങ്ങനെ തോളിൽ കൈയിട്ടിട്ട് ഒരൊറ്റ പിടുത്തം പിടിച്ചിട്ട് ഇരുത്തിരുന്നുണ്ടല്ലോ, ഓൾക്ക് 6 മാസത്തിനുള്ളതായി. ഞാൻ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നാവ് കൊണ്ടുള്ള സംസാരം മാത്രമല്ല, ഒരിക്കലും അല്ല. അപ്പം ഇത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്കൊരു വിജയിച്ച ഭർത്താവാകാൻ പറ്റില്ല. പിന്നെ ഓലെ നമ്മളെ പേരിൽ നിന്നു പോകുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? കുറേ കാരണമുണ്ട്. ഒന്ന്, ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ഡ്യൂട്ടികൾ ശക്തമായി നമ്മൾ സമൂഹത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഓൾക്ക് അറിയാം. എനിക്ക് സുജൂദ് ചെയ്യാൻ ഒരുപക്ഷെ ഓപ്ഷൻ വരേണ്ടിയിരുന്ന വ്യക്തിയാണ് ഇയാളെന്നുള്ള ഒരു ബോധം. പിന്നെ നമ്മളെ കൂടെ ഒരു സെക്സൊക്കെ ചെയ്യുന്നുണ്ടാകും. അതിൻ്റെ കാരണം എന്താ അറിയോ, ഭാര്യ ഭർത്താവിനോട് സെക്സ് വിലങ്ങാൻ പാടില്ല, ആ രാത്രി മുഴുവൻ പിശാചുക്കൾ, ആ രാത്രി മുഴുവൻ മലക്കുകൾ ശപിച്ചുകൊണ്ടിരിക്കും എന്ന വരി അവരുടെ കാതിലുണ്ട്. എന്നാൽ അത്ര തന്നെ ബോധ്യമില്ലാത്തവർ എന്തു ചെയ്യും, മൂപ്പർക്ക് ഇത് മാത്രം മതി, തൽക്കാലം ഞാനതിന് നിന്നു കൊടുക്കൂല എന്ന് ഭയങ്കര സ്ട്രോങ് സ്റ്റാൻഡ് സ്വീകരിക്കും. അപ്പോഴാണ് ഇവൻ്റെ എല്ലാ കോലവും തിരിച്ചറിയുക അല്ലേ. എന്നിട്ട് അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ രണ്ടാമതൊരു കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ഭയങ്കരമായിട്ട് ആലോചിക്കും. എന്നിട്ടോ ഒരു കുട്ടിയും കൂടി ഇതേമാതിരി എന്ത് ചെയ്യും, വഴിയാധാരാകും. അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല.
അപ്പോൾ ഞാൻ കഴിഞ്ഞ നമ്മളെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ പറഞ്ഞു, നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ഒരു ഭാര്യ 5 മക്കൾ എന്നിനി പറയരുത്. ഒരു ഭാര്യ 5 മക്കൾ എന്ന് പറയരുത്. രണ്ടാമത് കെട്ടിയിട്ടുണ്ടെങ്കിലേ അങ്ങനെ പറയാൻ പാടുള്ളൂ. 2 ഭാര്യ എന്ന് പറയാൻ പാടുള്ളൂ. കാരണം ഈ വാക്കുകളൊക്കെ ഇവർക്ക് നമ്മൾ മനസ്സിലാക്കുന്ന ആംഗിളിലൊന്നല്ല സംഭവിക്കുന്നത്. അവരതിന് നമുക്കതൊരു ട്രോളും ഭയങ്കര തമാശയൊക്കെയാണ്. നമ്മളെ പൂതി പറയണേ. ഇത് വേറൊരു പൂതിയാണ്. ഇത് ഇസ്ലാം അനുവദിച്ചതാണ്. ഇസ്ലാം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രോത്സാഹിപ്പിച്ചതാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് നിർബന്ധമായിരിക്കും. എല്ലാവർക്കും ഒരു മസലൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സാഹചര്യവും അവസരവും സംഗതിയൊന്നും ഇല്ലാത്ത ഒരാൾ ഇത്തരം വിഷയങ്ങളിൽ വർത്തമാനം പറഞ്ഞ് നടക്കുമ്പോൾ അതവർക്ക് ഭയങ്കര നോവാണ്, നൊമ്പരമാണ്, പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയുന്നു, നമ്മളുടെ സംഭാഷണങ്ങളെ നമ്മൾ ഒന്നുകൂടി കൃത്യതപ്പെടുത്തേണ്ടതുണ്ട്, അല്ലേ? ഇപ്പോൾ നമ്മൾ ഈ ഭാരവാഹികളുടെ വീടുകളിലൂടെ കഴിഞ്ഞ കമ്മിറ്റി, യൂത്തിൻ്റെ മുമ്പത്തെ കമ്മിറ്റി എല്ലാ ജില്ലാ ഭാരവാഹികളുടെയും വീട് സന്ദർശിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഓരോരുത്തരും എന്ത് ചെയ്യും, ഓരോ ജില്ലയിലെത്തും. ഓരോ ജില്ലയിൽ ഓരോ സ്ഥലത്തായിരിക്കുമല്ലോ. അപ്പോൾ ഒരു ഷെഡ്യൂൾ ഇടും, ഇത്ര മണിക്ക് ഇന്നോടത്ത് ഇങ്ങനെ ഇന്നോടത്തു നിന്നായിരിക്കും ഫുഡ്, അല്ലെങ്കിൽ എല്ലായിടത്തും ഫുഡ് ഉണ്ടാക്കുകയും അങ്ങനെ ഒരു ഷെഡ്യൂളൊക്കെ ഉണ്ടാക്കി. നമ്മളൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു സഹോദരി പറഞ്ഞു, ഞാനും ഹാരിസ് കായക്കൂടി ഉണ്ട്, നമ്മൾ പറഞ്ഞു നിങ്ങളെ കാത്തുക തന്നെയാണ്, നിങ്ങൾ വരും എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇയാളെ കുറിച്ച് കുറച്ച് പറയാനുണ്ട് പറഞ്ഞു. ആരെ പറ്റിയിട്ട്? അപ്പോൾ ഓനെങ്ങനെ സാധുവായിട്ട് പ്രതിയായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നമ്മളെന്താ ചെയ്യുക കഴിഞ്ഞാൽ എല്ലാവരും ചെന്നാൽ പറയും, എല്ലാവരും ഹിജാബ് ഇട്ടിട്ട് വരിയെന്ന് പറയും. അവരവിടെ ഇരിക്കും, നമ്മളിവിടെ ഇരിക്കും. ഇരുന്നിട്ട് നമ്മൾ വിശേഷങ്ങളൊക്കെ ചോദിക്കും, നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ അന്വേഷിക്കും കേട്ടോ. അപ്പോഴാണ് ഇത് പറയുന്നത്, നിങ്ങൾ കാത്തു നിൽക്കുകയാണ്. നമ്മൾ എന്താ അറിയോ, ഇയാളാണ് പോകും, ഈ എവിടുക്കാ പോയതെന്നോ എവിടുന്നാ വന്നതെന്നോ ഒരു വിവരം ഉണ്ടാവില്ല. ചില ആൾക്കാർ ഞാൻ ചിരിച്ചിട്ടുണ്ട്, നമ്മളെ പറ്റിയാണ് പറയണതേ. നമ്മളെ പെണ്ണുങ്ങൾക്ക് ഇത് പറയാനുണ്ടാകുമെന്ന് ഉറപ്പായിട്ടും അറിയാം. ഫോണാണെങ്കിൽ മുപ്പര് എടുക്കൂല. എന്നിട്ട് ഞാനിവിടെ പേടിച്ച് ബൈക്കുമേണ് പോണേ, ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങണ സ്വഭാവമുണ്ട്. എനിക്ക് രാത്രി ഉറക്കല്ല, വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ഈ സ്ത്രീൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് 10 മണിൻ്റെ മുമ്പ് മൂപ്പര് പെരയിൽ കയറണം എന്നുള്ളതാണ്. 10 മണിൻ്റെ മുമ്പ് പെരയിൽ കയറലും വാജിബാണ്. 10 മണി വരെയുള്ള മുജാഹിദൊക്കെ മതി എന്ന് അവൾ പറയാം. അത്ര ഒരു ദീനിയായി ഇങ്ങോട്ട് രംഗത്തേക്ക് എത്തിത്തുടങ്ങുന്ന ഒരാളാണ്. ഖുറാഫാത്തൊക്കെ പോയി വഴിയിലാണ് കേട്ടോ, ശരിയായി വരുന്നുള്ളൂ. അള്ളാഹു പൂർത്തീകരിച്ച് കൊടുക്കുമാറാകട്ടെ. അപ്പോൾ ഇത് മൂപ്പര് നമ്മളോട് പറഞ്ഞിരുന്നു, ഞാൻ ഭാര്യയ്ക്ക് 10 മണി വരെ പറ്റുള്ളൂ, അത് കഴിഞ്ഞാൽ കച്ചറയിടുന്നൊക്കെ നേരത്തെ തന്നെ ഇലക്ഷൻ്റെ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയ ചാൻസിൽ ഞാൻ പറഞ്ഞു, നിങ്ങളെന്താണ് അവരോട് കാര്യങ്ങൾ പറയാത്തത്? നിങ്ങൾ 2 മണിക്കാണ് വരുന്നതെങ്കിൽ 2 മണിക്ക് എത്തുള്ളൂ എന്ന് പറയാം, ഒരു പ്രശ്നമൊന്നുമില്ല അല്ലല്ലോ എന്ന് വെച്ചു. എല്ലാവരും അതോടെ സെറ്റിലായി. ഞങ്ങളെ പിന്നെ നേരത്തെ തന്നെ ധാരണ ഉള്ളതുകൊണ്ട് ഒരു 5-6 റൗണ്ട് തന്നെ വെട്ടിച്ചു. എന്താ മനസ്സിലാക്കി, ഇങ്ങനെയാണോ കാട്ടേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഓൾക്ക് ഭയങ്കര സന്തോഷമായി. അയാൾ എന്തുകൊണ്ടാണ് പറയത്ത്? അയാൾ പറഞ്ഞാൽ ഞാൻ ഇന്ന സ്ഥലത്താന്ന് പറഞ്ഞാൽ ഓൾ എത്ര സമയം കണക്കൂട്ടും, എത്ര സമയം കണക്കൂട്ടിയിട്ട് ഇവള് ഗൂഗിൾ മാപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കും, സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് 10 മണിയാണ് സമയം. ഇത് നമ്മളോട് പറയില്ല. അപ്പോൾ ഇതൊക്കെ കുറച്ചൊരു തന്ത്രപരമായി മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. കുറച്ചൊരു തന്ത്രപരമായി നമ്മൾ ഭയങ്കര ബുദ്ധിശാലികളും ഭയങ്കര സംഭവമൊക്കെ കയറും. പെരയിലും കുടുംബത്തിലും കുട്ടികളെടുത്ത് എത്തുമ്പോൾ എല്ലാ ബുദ്ധിയും പോകും. 5 വയസ്സും ബുദ്ധി ഉണ്ടാവില്ല. ദമ്പതികളായ ഡോക്ടർമാർ പിരിയാൻ തീരുമാനിച്ചു കേട്ടോ. ദമ്പതികളായ ഡോക്ടർമാർ പിരിയാൻ തീരുമാനിച്ചു. 2 കാറിൽ വന്ന് റോംപുറത്ത് നമ്മളെ സ്കൂളിന് മുമ്പിൽ 2 കാറും സൈഡാക്കിയിട്ട് ഇഞ്ച കാർ കയറിയിരുന്നു 2 അപ്പോൾ എന്താ പിരിയണെന്താ? കുട്ടികളെ നോക്കാൻ കിട്ടണില്ല മൂപ്പരെ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, മൂപ്പരങ്ങൾ പിരിഞ്ഞാൽ കുട്ടികളെ നോക്കാൻ കിട്ടുമോ? അപ്പോഴാണ് പോലെ ആദ്യമായിട്ടൊന്ന് തൊള്ളൊളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, 2 ആൾക്കും ഗവൺമെൻറ് സെക്ടറിൽ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ പ്രൈവറ്റ് ക്ലിനിക്കും ഉണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ 2 ആളും ഒരാൾ ഗവൺമെൻറ് സെക്ടർ ഒഴിവാക്കിക്കളി, ഒരാൾ പിന്നെ എന്താണ് പ്രൈവറ്റ് ക്ലിനിക്ക് ഒഴിവാക്കിക്കളി, പ്രശ്നമല്ല. രാവിലെ കുട്ടികളെ നോക്കാൻ ആളായി, വൈകുന്നേരം കുട്ടികളെ നോക്കാൻ ആളുമായി. അതിനിപ്പോൾ നിങ്ങൾ പിരിയൊന്നുമല്ലല്ലോ വേണ്ടത്. അപ്പോൾ MBBS എഴുതിയെടുക്കാനുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ MBBS പാസ്സാക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ടാവും, പക്ഷേ ഇതിനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അവസാനം പിന്നെ തർക്കം എന്തായിന്നറിയോ, മൂപ്പരാണോ ഇവരാണോ പ്രൈവറ്റ് ക്ലിനിക്ക് ഒഴിവാക്കേണ്ടത്? 2 ആളും ഗവൺമെൻറ് ഒഴിവാക്കാൻ റെഡിയാണ്. 2 ആളും ഗവൺമെൻറ് ഒഴിവാക്കാൻ റെഡിയാണ്. ഞാൻ പറയണ ഭയങ്കര ബുദ്ധിജീവി ആയതുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മളെ കുടുംബം നമ്മുടെ കയ്യിലാകണമെന്ന് വിചാരിച്ച് ഹിൽമ്
അതേപോലെ തന്നെ അനാത്ത്, 2 സാധനങ്ങളുണ്ട്. ഈ 2 സാധനങ്ങൾ ഏറ്റവും ശക്തമായി ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട സ്പേസാണ് ഏത്? വീട് എന്ന് പറയുന്നത്, കുടുംബം എന്ന് പറയുന്നത്. ഭാര്യയോടുള്ള ഡീലിങ്സിൽ, മാതാപിതാക്കളോടുള്ള ഡീലിങ്സിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ കരഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ടാവും എന്നു തന്നെ കാണുന്നത്. അപ്പം അവിടെ ഇറങ്ങി ചെന്നിട്ട് 4 വെടി വെക്കാനാ ചെല്ലുക കേട്ടോ. ചെന്നപ്പോൾ മൂപ്പര് കണ്ട എന്താ അറിയോ, പാത്രമൊക്കെ പൊട്ടി ഉമ്മ അതിങ്ങനെ പൊറുക്കി എടുക്കണതാണ്. അപ്പോൾ മൂപ്പർക്ക് വിഷയം കിട്ടി. എന്ന് പറഞ്ഞാൽ ഭാര്യ പറഞ്ഞ എന്താ, ഞാൻ അത്രയും പാത്രമൊക്കെ കഴുകി അതിൻ്റെ അടിയിൽ നിന്നൊരു പാത്രം നിലത്ത് വീണ് പൊട്ടീന് ഉമ്മന്ന് പറയാത്തതൊന്നുമില്ല. ഞാൻ നിങ്ങളോടൊന്നും പരാതിയൊന്നും പറയലില്ലല്ലോ, എനിക്ക് സഹിക്കണില്ല, എനിക്ക് എൻ്റെ പെരീക്ക് പോകണം എന്നേക്കുമല്ല, ഞാനൊരു 4 ദിവസം അവിടെ നിന്ന് വരാം. അപ്പോൾ ഇയാളിങ്ങനെ ആലോചിച്ചു, ഇവളെ ഒന്ന് ഓക്കെ ആക്കണമെങ്കിൽ ഉമ്മാനോട് പോയിട്ട് എന്തെങ്കിലുമൊക്കെ 2 വർത്താനം പറയണം. അതിന് വേണ്ടി ഇറങ്ങി ചെന്നപ്പോൾ ഉമ്മ ഈ പൊട്ടിയ പാത്രം അങ്ങനെ എടുക്കുക. അപ്പോൾ മൂപ്പർക്ക് മനസ്സിലായി, വാപ്പ വിദേശത്തുനിന്ന് വന്നപ്പോൾ അവസാനം കൊണ്ടുവന്ന, വാപ്പ മരിച്ചുപോയി, 8 മാസം മുമ്പ് വാപ്പ മരിച്ചുപോയി. വാപ്പ കൊണ്ടുവന്ന പാത്രം എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്തപ്പോൾ ആ പഴയ മോഡൽ തന്നെ ഓരോരുത്തർ എടുത്തെടുത്തിട്ട് എടി അനക്കുള്ളതാണ് ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ സാധനമാണ് ഈ പൊട്ടിയത്. അപ്പോൾ ഇമ്മ അങ്ങനെ വൈകാരികമാകാനൊരു കാരണം ഉണ്ടാകും, ഭാര്യ അങ്ങനെ ചിന്തിക്കാനൊരു കാരണം ഉണ്ടാകും. അവിടെയാണ് അനാത്ത്, അവധാനത എന്നുള്ള കാര്യം വേണ്ടത്. ഒക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി ഒന്ന് കൃത്യതപ്പെടുത്തി അല്ലേ. സാധാരണ ഞാനൊക്കെ സാധാരണ പുതിയ കല്യാണം കഴിച്ച കുട്ടികളോടൊക്കെ ചോദിക്കും, നിങ്ങൾ എന്താണ് കോഴ്സൊക്കെ ഇല്ലൊക്കെ നിർത്തിയാറ്. സാധാരണ നമ്മളെന്താ പറയുക, നിങ്ങൾ ഏതെങ്കിലും ഒരു അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സിന് പോയിട്ട് രജിസ്റ്റർ ചെയ്തോളി. എന്നുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട് കുറച്ചൊരു സംഘർഷമാകുമ്പോൾ പ്രൊജക്റ്റ് ഉണ്ട്, സെമിനാർ ഉണ്ട്, പിന്നെ പരീക്ഷ ഉണ്ട് പറഞ്ഞിട്ട് പോയാൽ മതിയല്ലോ, ഉണ്ടാവും ചെയ്യും. എന്നാൽ പിന്നെ ഈ പാരൻസിനെ മാനേജ് ചെയ്യാൻ വലിയൊരു പ്രശ്നമാവില്ല. പരീക്ഷ പഠനം എന്നൊക്കെ പറഞ്ഞാൽ മിക്കവാറും വേഗം ഓഫാവും. ഒരു 60% ഈ മുതിർന്ന പാരൻസും ഓഫാവും. കുട്ടികളൊക്കെ നന്നാകണം എന്തായാലും അവർക്ക് ഉണ്ടാവും. അപ്പോൾ ആ രീതി നമ്മളെ കുടുംബരംഗത്ത് കുറച്ചൊന്ന് പ്രയോഗിക്കുക എന്നുള്ളത് ഇതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ 2ാമത്തെ പോയിന്റും ഞാൻ അങ്ങനെ തന്നെ വിടുന്നു. നമ്മൾ മൻകാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, ഒന്നുകിൽ ഖൈർ പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ്. ഒക്കെ വർത്താനം പറഞ്ഞിട്ടല്ല തീർക്കേണ്ടത്. ചില കാര്യങ്ങൾ നമ്മൾ മാതൃകാപരമായി നിർവഹിക്കേണ്ടതാണ്. എന്തായാലും നമ്മളെ ഭാര്യയ്ക്ക് സെക്യൂരിറ്റി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, അതിലൊരു സംശയമല്ല. ഓളണ്ട് അനുഭവിച്ച് തീർത്തോട്ടെ എന്ന് ഒരു കാരണവശാലും തീരുമാനിക്കാൻ പറ്റില്ല, അതിന് ഇസ്ലാമികമായ ഒരു അടിത്തറയില്ല. നമ്മളെ പാരൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അല്ലേ. സ്ത്രീകളാരും ഇവിടെ അല്ലാത്തതുകൊണ്ട് ഞാൻ ധൈര്യത്തിൽ പറയാം, അതുപോലെ ഉത്തരവാദിത്തമല്ല. എന്നാൽ നമ്മൾക്ക് വേണ്ടി അവർ ആ ഡ്യൂട്ടി ചെയ്യേണ്ടി വരും. അപ്പം മതപരമായൊരു ബാധ്യത അവർക്ക് ഉണ്ടാവുകയും ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പം അത് പാരൻസ് കുറച്ചുകൂടി പ്രായമാകുമ്പോൾ അവർക്ക് പല പ്രശ്നങ്ങളുണ്ടാവും, പല പ്രശ്നം, മറവി രോഗം ഉണ്ടാകും, പിന്നെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകും, പല ഡിസോർഡേഴ്സൊക്കെ വരും. ഈ ഡിസോർഡേഴ്സൊക്കെ മാനേജ് ചെയ്തൊരു പെണ്ണിങ്ങനെ ജീവിക്കുമ്പോൾ അതുണ്ടാക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ ഒരു എന്താ പറയുക, വയസ്സായ കാലത്താകുമ്പോൾ ലൈംഗികമായ ആഗ്രഹങ്ങൾ, ഇങ്ങനത്തെ വിഷയങ്ങൾ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന പല ട്രോമകളും ഉണ്ടാകും. എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ മതി, എന്തെങ്കിലും ഒരു കാര്യം, കുട്ടീനെ അങ്ങോട്ട് വാങ്ങണേൻ്റെ ഇടയ്ക്ക് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൈവറ്റ് പാർട്ടിൽ കൈതട്ടി, അപ്പോൾ വലിയ പ്രശ്നം തോന്നിയില്ല. പക്ഷേ നിരന്തരം ഇത് സംഭവിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിലൊരു ഇൻറ്റൻഷൻ വേറെ ഉണ്ട് എന്ന്. ആ വാപ്പ ഈ മരുമോളുടെ മുന്നിൽ മരിക്കുകയാണ്. ആ വീട് അവൾക്ക് സുരക്ഷിതമല്ലാത്തൊരിടമായി മാറുകയാണ്. ഇത് ഭർത്താവിനോട് അവർക്ക് പറയാൻ പറ്റണില്ല. ഭർത്താവിനോട് പറഞ്ഞ ഭർത്താവിൻ്റെ അവസ്ഥ എന്താകും എന്ന് ആലോചിക്കുകയാണ്. അപ്പം ഇങ്ങനത്തെ ഒരുപാട് സംഘർഷങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു കൃത്യത വേണം. പിന്നെ നമ്മളിതൊക്കെ ഒച്ചകൊണ്ടാണ് മാനേജ് ചെയ്യല്. കുട്ടികളോടാണെങ്കിലൊക്കെ ഒച്ചയിടുക. ഒന്ന് ദേഷ്യം പിടിച്ച് പറഞ്ഞ ഒരു സ്ഥലത്ത് ദേഷ്യം പിടിച്ച് പറഞ്ഞത് അതൊരു ഫലപ്രദമാകണമെങ്കിൽ എപ്പോഴും ദേഷ്യം പിടിച്ചാൽ നടക്കൂല. അടിക്കേണ്ട ഒരു സ്ഥലത്ത് അടിക്കണത് ഫലപ്രദമാകണമെങ്കിൽ എപ്പോഴും അടിച്ചാലും നടക്കൂല. അതുകൊണ്ട് കേൾക്കാനുള്ള ശീലം ഉണ്ടാകണം. നമ്മൾ കേൾക്കണം, പറയുന്നതൊക്കെ കേൾക്കണം. അതൊക്കെ അടുക്കളയിൽ തീർത്താൽ മതി, ഇങ്ങോട്ട് വേണ്ടെന്ന് പറയരുത്. മക്കളെയും നമ്മൾ കേൾക്കണം. മക്കൾക്ക് പ്രശ്നങ്ങൾ പറയാനുള്ളത് കേൾക്കാനുള്ളൊരു ടൈമും സ്പേസും ഒക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം. അപ്പം എന്താ പറയുക, ഇതൊക്കെ കൂടെ കേൾക്കുമ്പോൾ കൗൺസിലിലെ ഈ ക്ലാസ്സൊക്കെ കേട്ടിട്ട് ഒരുത്തം ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലാ കൗൺസിൽ നടക്കണം അന്ന് ഭാര്യനെ കൊണ്ട് ടൂർ പോയായിരുന്നു. അന്താ കൗൺസിലിൽ അങ്ങനെയൊക്കെ പറഞ്ഞാണല്ലോ എന്നാ പറഞ്ഞത്. ഈ ലീവ് പറഞ്ഞ സാധനം എന്തിനുള്ള കേൾക്കണമെങ്കിൽ
ഈ എന്നും രാവിലെ 7 മണിൻ്റെയും വൈകുന്നേരം 10 മണിൻ്റെ ഇടയിൽ തന്നെ കേൾക്കണമെന്നൊന്നുമില്ല കേട്ടോ. രാത്രി 1 മണിക്കിരുന്ന് കേൾക്കാൻ ഭയങ്കര രസമാണ്. നിങ്ങളൊന്ന് കേട്ടോക്കി. അങ്ങനെ ഒരു ശീലം വീട്ടിലുണ്ടാക്കി നോക്കി. വൈകി ചെന്ന് നമ്മൾ വീട്ടിലിരുന്ന് കുറച്ചേരൊക്കെ വർത്തമാനം പറഞ്ഞ് ഒന്ന് ഫ്രഷ് ആയിട്ടേ കിടക്കുള്ളൂ എന്ന് തീരുമാനിച്ചാൽ നമ്മളെ കമ്മ്യൂണിക്കേഷനുകൾക്കൊക്കെ വലിയ തലങ്ങളുണ്ടാകും. മറ്റൊരു കാര്യം സാമ്പത്തിക വിഷയങ്ങളാണ്. വീട് സംഘർഷഭരിതമാകുന്ന മറ്റൊരു മേഖല സാമ്പത്തിക കാര്യങ്ങളാണ്. അതിലൊന്ന് പാരൻസ് ഉണ്ടാകും, അവർ വാർദ്ധക്യത്തിലെത്തിയിട്ടുണ്ടാകും. നമ്മൾ എന്തൊക്കെ സൗകര്യം അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും ഒരു ചെറിയ പൈസ കൊടുക്കുകയോ വേണമെന്ന് ചോദിക്കുകയോ വേണം. വാപ്പാൻ്റെ അടുത്ത് പൈസ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണമെന്നൊന്നുമില്ല. പക്ഷേ ഉപ്പ നിങ്ങളടുത്ത് എന്തെങ്കിലും പൈസ വേണമെങ്കിൽ ഇപ്പോൾ ചോദിക്കണം എന്ന് നമ്മൾ പറയണം. മാത്രമല്ല, ഈ പാരൻസ്, വയസ്സായ മാതാപിതാക്കൾ അവരാരെങ്കിലും ഒരാൾ ഒറ്റക്കാവുക കൂടി ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അവിടെ നമ്മളെ ഡ്യൂട്ടി വർദ്ധിക്കുകയാണ്. അവർക്ക് പ്രായമാകണത്തോളം കാർക്കിച്ചു തുപ്പുന്ന അവരുടെ കഫത്തിൽ ബ്ലഡിൻ്റെ കണ്ടന്റ് കണ്ട് ഒരു ബ്ലഡ് ഛർദ്ദിച്ച് ആശുപത്രി കൊണ്ടുപോകുമ്പോൾ എല്ലാ മക്കളൂടി പോഞ്ഞു വരും പാപ്പാൻ്റെ അടുത്തേക്കാൻ. അതല്ല ആവശ്യം. എനിക്കറിയണ 3 ബ്രദേഴ്സ് ഉണ്ട്. നമ്മളെ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനിൻ്റെ പുസ്തകങ്ങളുണ്ട്, ഈ സ്വഹാബികളെ കുറിച്ചുള്ള ചരിത്രം. ആ പുസ്തകം അവർ ഫിനാൻസ് ഇട്ടിട്ട് ഇറക്കിയതാണ്. ഞാൻ നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഈ 3 ബ്രദേഴ്സ്, ഒരാൾ എപ്പോഴും നാട്ടിലേക്ക് ഇറങ്ങും, മാപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്ക് ഇറങ്ങും. ഒരാളെപ്പോഴും വലിയ നഷ്ടക്കൊൽക്ക് അതിമുണ്ട്. പക്ഷെ ആ നഷ്ടത്തെ അവർ ആസ്വാദനത്തോടെ കാണുകയാണ്. കമ്പനി റൺ ചെയ്യാണ്, നല്ല പാറിയ ബിസിനസ്സുള്ള കമ്പനിയാണ് അല്ലേ. നമ്മളെന്താ ചെയ്യുക? ഒരു ബിസിനസ് നിന്ന് കിട്ടിയ 11 ലക്ഷം അടുത്ത ബിസിനസ്സിലിട്ടിട്ട് അതിൽ നിന്ന് 22 ലക്ഷം ഉണ്ടാക്കാനാണ് നോക്കുക. അവിടെ നമ്മളെ പാരൻസിന് കിട്ടേണ്ട ഒരു ടൈമുണ്ട്. ഇഹ്സാനും മുസാഹബത്തും രണ്ടും രണ്ടാണ്. ഇഹ്സാന് ചെയ്യാൻ നമ്മൾ ഉപ്പാൻ്റെ അടുത്ത് ഉണ്ടാകണമെന്നൊന്നുമില്ല. ഉപ്പാക്ക് ഗൂഗിൾ പേയിൽ അയച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഓർഡർ ചെയ്താൽ മതി, ഒക്കെ നടന്നോളും. പക്ഷെ മുസാഹബത്ത് എന്നുള്ളതൊരു പ്രധാന കാര്യമാണ്. ജിഹാദിന് വന്ന വ്യക്തിനോട് നീ അയാൾക്ക് പറ്റി ഇഹ്സാന് ചെയ്ത് കൊടുക്കാനല്ല പറഞ്ഞത്. അവിടെ പോയി പാപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്ത് കൂടാനാ പറഞ്ഞത്. അവരെ കാലിൻ്റെ ഓട്ടിൽ പോയി കൂടാനാ പറഞ്ഞത് അല്ലേ. ഒരു താബിഈ വര്യൻ പറയുന്നുണ്ട്, എൻ്റെ സഹോദരൻ ഉമർ, അവന് രാത്രി പതിഞ്ഞ സ്വരത്തിൽ അവൻ്റെ ഭാര്യ പോലും അറിയാതെ രാത്രി നിസ്കരിക്കലുണ്ട്. എനിക്കതറിയാം, കുറേ കാലമായിട്ട് നിസ്കരിക്കലുണ്ട്. ഒരു ചെറിയ തിരി ഇങ്ങനെ തെളിഞ്ഞു കത്തും. അവിടെ ചെറിയ ഒരു തിരി ഇങ്ങനെ തെളിഞ്ഞു കത്തും ലൈറ്റിന് വേണ്ടി. രാത്രി മുഴുവനോ ഒന്ന് നിസ്കരിക്കും. എന്നാലോ പകലിലോ രാത്രിയിലോ ഒന്നും ഞാനെങ്ങനെ നിസ്കരിക്കലുണ്ട് എന്ന് ഇന്നേ വരെ ആരെടുത്തും പ്രകടിപ്പിച്ചിട്ടേ ഇല്ല. നല്ല കുട്ടിയവന്. പക്ഷേ അവൻ്റെ രാത്രിയേക്കാളും മനോഹരമായ രാത്രി എൻ്റെ രാത്രിയാണ്. എൻ്റെ കാരണം എന്താ? എൻ്റെ കാരണം അവനവിടെ നിസ്കരിക്കുമ്പോൾ ഞാൻ രാത്രി ഉമ്മാൻ്റെ കാല് തടവി കൊടുക്കലാണ്, ഉമ്മാൻ്റെ കാല് തടവി കൊടുത്തിരിക്കലാണ്. അപ്പോൾ അവനേക്കാളും മഹത്തരമാണ് എൻ്റെ രാത്രി എന്നാണ്. സഹോദരങ്ങളെ, ഇത് എനിക്ക് പറയാനും നിങ്ങൾക്ക് കേൾക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷേ ഈ ഒരു തലത്തിലേക്ക് ഉയരുക എന്നുള്ളത് വലിയൊരു സംഗതി തന്നെയാണ് അല്ലേ. നമ്മൾ കഴിഞ്ഞൊരു 6 മാസത്തിൻ്റെ ഇടയ്ക്ക് ഉമ്മാക്കും ഉപ്പാക്കും ഉമ്മ കൊടുത്ത ആളുകളൊന്ന് കൈവന്തിച്ചാണ്. ഉമ്മാക്കും ഉപ്പാക്കും ഉമ്മ കൊടുത്തു നേരെ കൈവന്തിച്ചോളി. ഒരു അപമാനമുള്ള കാര്യമൊന്നുമല്ലല്ലോ അല്ലേ. കുറച്ചാളൊക്കെ ഉണ്ട്. കഴിഞ്ഞ 1 മാസത്തിൻ്റെ ഇടയ്ക്ക് ആൾക്കാർ സ്ഥിരം ഉണ്ട് എന്നതിൻ്റെ അർത്ഥം അല്ലേ. ഇത് ശരിക്കും ഈ അറബ്സിനൊക്കെ കണ്ട് പഠിക്കണം. അറബ്സിനൊക്കെ കണ്ട് പഠിക്കണം. നമ്മൾ ഇങ്ങനത്തെ മുമ്പൊരു ചങ്ങായി യൂത്തിൻ്റെ പരിപാടിയിൽ ഇങ്ങനത്തെ ഒരു ക്ലാസ്സൊക്കെ കേട്ടിട്ടേ ഉപ്പാക്കുമായിട്ട് ഉമ്മ എടുത്തപ്പോൾ വാപ്പ പറഞ്ഞു, ഞാൻ അനന്തരാവകാശം ഒന്നും ഇപ്പോൾ പെട്ടെന്ന് ഓരി വെക്കാൻ തീരുമാനിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? അതും ഒരു ഹിക്കമത്തിലാണ് ചെയ്യേണ്ടത്. വാപ്പാക്ക് പനിച്ച് കിടക്കേണ്ട ഒരു ദിവസമാണ്. വാപ്പ കണ്ണൊക്കെ ഇങ്ങനെ അടിച്ച് കിടക്കുന്നുണ്ടാവും. അപ്പോഴാണ് വാപ്പാനെ പറ്റി ഇങ്ങനെ പറയണ്ടേ. ആ നെറ്റിയിലൊക്കെ ഒന്ന് കൈ വെച്ചിട്ട് ചെറിയൊരിതുണ്ടെങ്കിൽ മൂപ്പരവിടെ കിടക്കൂല, ഒക്കെ സഹിക്കണേ ഇതാണ്. വാപ്പാക്ക് വെയ്യാൻ തോന്നുന്നുണ്ട് അല്ലേ. ഇരുത്തുമ്പോഴേ നമ്മളെ നെഞ്ചിലേക്കൊന്ന് ചേർത്ത് ഇരുത്തിയിട്ടേ ഇതൊക്കെ എന്ന് വെച്ചാൽ വാപ്പ തന്നെയും അങ്ങനത്തെ ഒരു രീതി ശീലിപ്പിക്കാത്തൊരു കുട്ടിക്ക് ഇതിലേക്ക് വരൽ ഭയങ്കര പണിയാണ്. നമ്മൾ 2-3 ദിവസത്തെ യാത്രക്ക് ഇറങ്ങണം. അപ്പം നമുക്ക് പറ്റും ഭാര്യക്കും മക്കൾക്കും എല്ലാവർക്കും ഉമ്മ എടുത്തിട്ട് പോവാം. മക്കളെ മുന്നൊന്ന് ഭാര്യക്കും ഉമ്മ എടുക്കേ. അതിന് ബെഡ്റൂമൊന്നും എടുക്കണ മാതിരിയല്ല, മക്കളെ മുന്നൊന്ന് കൊടുക്കേ. ഇതൊക്കെ മിനിമം വിദ്യാഭ്യാസമല്ലേ. മിനിമം വിദ്യാഭ്യാസമല്ല. എൻ്റെ വാപ്പി എൻ്റെ ഉമ്മയും പക്കയാണ്. അതുപോലെ മുന്നൊരു പ്രശ്നമല്ല, അവർ ഓക്കെയാണെന്നാണ് ആ ഉമ്മ അവളുടെ നെറ്റിയിൽ കൊടുത്ത ആ ഉമ്മ മക്കളോട് പറയുന്നത്. നമ്മളെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും മുന്നിൽ നിന്ന് ആണ്ടാച്ചാൽ മതി കേട്ടോ. ഒരു മുതിർന്ന ആൾക്കാരല്ലേ, ഓരിൽപ്പോൾ അത് അങ്ങനെ തന്നെ ഉൾക്കൊണ്ടോളണം എന്നില്ല.
അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ സാമ്പത്തികത്തെക്കുറിച്ച് പറഞ്ഞിടത്തുനിന്നാണ് ഞാൻ പോയത്. പാരൻസിന് ഒരു ചെറിയ തുക നമ്മൾ ഭാഗത്തുനിന്ന് വേണം. ഭാര്യൻ്റെ കയ്യിലും ഒരു പൈസ വേണം. ഭാര്യയ്ക്ക് അവരുടെ ആവശ്യങ്ങളൊക്കെ ചെയ്യാനും നിർവഹിക്കാനും. നമ്മൾ ചൈൽഡിഷ് എന്ന് വിചാരിക്കുന്ന കുറച്ച് ആവശ്യങ്ങൾക്ക് ഉണ്ടാവും. ഒരു പൈസ കൊടുക്കുക, ആ പൈസ ഇങ്ങനെ കണക്ക് ചോദിക്കരുത്. ഒരു 3000 റുപ്യ അവളുടെ അടുത്ത് കൊടുത്തിട്ട് ഇത് എൻ്റെ ആവശ്യത്തിനാണ്, 2000 റുപ്യ നമ്മളെ തോക്കത്തനുസരിച്ച്. സ്ഥിരമായിട്ടൊരു പൈസ കൊടുക്കണ്ട. അത് പാരൻസിനാണെങ്കിലും ആർക്കാണെങ്കിലും സ്ഥിരമായിട്ടൊരു പൈസ കൊടുത്താൽ എന്താ അറിയോ, ആ പൈസ വരാണ്ട് എന്നുള്ളവർക്കുള്ളൊരു പ്ലാനിങ് ഉണ്ടാക്കും. ആകെ ഇടങ്ങാറാവും. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത 3000 കൊടുക്കും, 30,000 കൊടുക്കും, 6000 കൊടുക്കും, 11,000 കൊടുക്കും. കിട്ടണീനനുസരിച്ചൊക്കെ എൻ്റെ മോൻ തരുന്നുണ്ട് എന്നാണ് അവിടെ ഉണ്ടാകുന്ന ഒരു റീഡിങ്. അതൊരു കപടമായി വരേണ്ടതല്ല കേട്ടോ. അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നടക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഞാൻ പറയണത്, ഭാര്യയ്ക്കൊരു അവരുടെ കൊച്ചു കൊച്ചു ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നിർവഹിക്കാൻ അവരെ കയ്യിലൊരു പൈസ നമ്മൾ കൊടുക്കണം. പള്ളിയിൽ ചെല്ലുമ്പോൾ എല്ലാവരും ഇങ്ങനെ പൈസ ഇടും. നമ്മളെ മുഖ്യ സംഘാടകൻ്റെ ഭാര്യ ആയിരിക്കും ഒരു ഓല കയ്യിൽ പേഴ്സ് ഇങ്ങനെ തപ്പിയിട്ട് ഒന്നും ഉണ്ടല്ലോ, 10 റുപ്യ ഉണ്ടെങ്കിൽ ഉണ്ടാവും. അതിനെ നടുക്കം മുറിഞ്ഞിട്ടുണ്ടാവും കേട്ടോ, നടുക്കം മുറിഞ്ഞിട്ടുണ്ടാവുക പൈസ. അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലാതിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. പിന്നെ പലപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വീട് നിർമ്മാണം, വീട്ടിലെ മറ്റു ചെലവുകൾ, ഇവിടെയൊക്കെ ലാവിഷായിട്ട് കൈകാര്യം ചെയ്യുന്ന ഭാര്യമാരുണ്ടാവും. ഇപ്പോൾ പീസ് റേഡിയോ കേൾക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു കാര്യം ഞാൻ പറയാം. അവർ തക്കാളിക്ക് വില കൂടുന്ന കാലത്ത് അവരെന്ത് ചെയ്യുന്നറിയോ, പുളുങ്ങോണ്ട് മാനേജ് ചെയ്യും. മനസ്സിലല്ലേ? വലിയ ഉള്ളിക്ക് വില കൂടുമ്പോൾ ചെറിയ ഉള്ളിക്ക് വില കൂടുമ്പോൾ വലിയ ഉള്ളി. അവിടേക്ക് എങ്ങനെയാണ് ഒരു സ്ത്രീ എത്തുന്നത്? അത് നമ്മളെ അക്കൗണ്ടും ബാലൻസൊക്കെ ചെക്ക് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ അവർക്ക് ഉണ്ടാകുമ്പോഴാണ് അത് നടക്കുക. കുട്ടീൻ്റെ ഫീസ് എടുത്തോണ്ട് അയച്ചോളാം. അവിടെ ഒരു സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണത്. കുട്ടീൻ്റെ ഫീസ് നിങ്ങൾ അയക്കണം കേട്ടോ, എടുത്ത് അയച്ചോളാം. അതിനിപ്പോൾ എന്താ, അനക്ക് അയക്കാലോ. അപ്പോൾ അയച്ചു. അവർക്കത് ഒക്കെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. എന്നെ അറിയിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത് എന്നുള്ള ഒരു തലം യഥാർത്ഥത്തിൽ അവർക്കവിടെ കിട്ടും. ഞാൻ എൻ്റെ സംസാരോട് അവസാനിപ്പിക്കുകയാണ്. മുഹമ്മദ് മദനിയും കൂടി സംസാരിക്കാനുണ്ട്. ഏതായാലും നമ്മുടെ ഒരു കുടുംബ സംവിധാനത്തെ ശരിയായ രീതിയിൽ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് കുറേ കേൾവി നമുക്ക് ആവശ്യമുണ്ട് എന്നാണ് എനിക്ക് പറയാം. 10 പോയിൻ്റ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നു, 2 പോയിൻ്റാണ് പറഞ്ഞത്. അതിൽ ഒരുപാട് കേൾവി നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ ഒറ്റ സംഗതി കൂടി പറയാം. ഞങ്ങളെ ഇലക്ഷൻ്റെ പരിശീലനത്തിന് വേണ്ടിയിട്ടേ ഉദ്യോഗസ്ഥർ വന്നപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു, എനിക്ക് അലോട്ട് ചെയ്തത് 30 മിനിറ്റാണ്, ഞാൻ 3 മിനിറ്റേ സംസാരിക്കണുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. വെറുപ്പിക്കൽ ഉണ്ടാവില്ല. ഇലക്ഷൻ ക്ലാസ് എന്നൊക്കെ പറഞ്ഞൊരു മടുക്കണ പരിപാടിയാണല്ലോ. മുമ്പ് വെച്ചു കുറേ കാലമായി ഇലക്ഷൻ ചെയ്യുന്ന ആളുകളൊക്കെ ഒന്ന് എണീറ്റിക്കുക. പറഞ്ഞു, നിങ്ങൾ ഉറപ്പായിട്ട് തെറ്റിക്കും. നിങ്ങളിവിടെ പറയണൊന്നും കേൾക്കില്ല, ഒന്നും പഠിച്ചില്ല, ഒന്നും മനസ്സിലാക്കില്ല, എന്നിട്ട് കൊണ്ടുപോയി കൊളാക്കുകയും ചെയ്യും. അവിടെ ഇരിക്കുകയാണ്. അതുപോലത്തെ കഴിഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞ് കൊടുക്കില്ല. അപ്പോൾ ഓരോരുത്തർ ബുക്ക് എടുക്കൽ തുടങ്ങി, പേൻ എടുക്കൽ തുടങ്ങി. പിന്നെ പറഞ്ഞു, ആദ്യമായിട്ട് ട്രെയിനിങ്ങിന് പോകണമല്ലൊക്കെ ഞാൻ എണീറ്റ് നിങ്ങൾ തെറ്റിക്കൂല പറഞ്ഞപ്പോൾ നിങ്ങളിതൊക്കെ നോട്ട് ചെയ്ത് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി പോകും എന്ന് പറഞ്ഞ മാതിരിയാണ്. നമ്മൾ കുറേ കാലമായിട്ട് ജീവിക്കുന്നവർ ചിലപ്പോൾ ആരിസ് മൗലവിയും അതേപോലെയുള്ള പണ്ഡിതന്മാർക്ക് ഒരുപാട് ക്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ടാവും, നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. നമ്മളെ ഭാര്യമാർ ഇതൊക്കെ കേൾക്കുന്നുണ്ടാവും. അങ്ങനെ നമ്മളെ പ്രഗത്ഭനായൊരു ഡോക്ടറെ അടുത്ത ഒരാൾ വന്നു പറഞ്ഞു, എന്താ നമുക്ക് ആണുങ്ങൾക്ക് വേണ്ടിയുള്ള റേഡിയോ തുടങ്ങണം, അതിൻ്റെ പൈസ എന്താ വെച്ചാൽ ഞാൻ തരാറുണ്ടല്ലോ കേട്ടോ. എന്താ മൂപ്പര് കേൾക്കണില്ലേ? ഭാര്യ മൂപ്പരോട് ഇങ്ങനെ ഭർത്താവാകണം, ഇങ്ങനെയാണ് പീസറോടിൽ ഇങ്ങനെ ഭർത്താവാകണം എന്നാ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞപ്പോൾ മൂപ്പരെ കേൾക്കാത്തതുകൊണ്ടേ ഞാണുങ്ങൾക്ക് വേണ്ടി പുതിയ റേഡിയോ കൊടുക്കണം, എന്നാലേ ശരിയാകുള്ളൂ, വീട്ടിലൊരു സമാധാനം അല്ലാതെ പറഞ്ഞു. അസ്സലാമു അലൈക്കും.